ഹലോ, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അരിയുണ്ടൻ്റെ റെസിപ്പിയാണ്. അതാ അരി നന്നായിട്ട് കഴുകി, ഇത് റേഷൻ അരിയാണ് കേട്ടോ. അത് നന്നായിട്ട് കഴുകി വറക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വറക്കണം, എന്നാലേ ഉള്ളൂ അത് നന്നായിട്ട് കിട്ടുള്ളത്. നല്ലോണം ഇങ്ങനെ ഈ കളറാവണം കേട്ടോ. ചെറുക്കെ നല്ലോണം വറക്കണം, നല്ലോണം പൊട്ടണം. അരി ഇങ്ങനെ കടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് പൊട്ടുന്ന രീതിയിൽ ആവണം, എന്നാലേ ഉള്ളൂ അരിയുണ്ടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നന്നായിട്ട് തന്നെ വറക്കുക. പിന്നെ നല്ലോണം ചൂട് തണിഞ്ഞിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വറക്കുകയാണ്. പിന്നെ ഈ ചാനലിൽ ഡെയിലി വീട്ടിലുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അല്ലാണ്ട് റെസിപ്പി ആയിട്ടൊന്നും വന്നതല്ല. എല്ലാ റെസിപ്പിയും യൂട്യൂബ് ചാനലിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഡെയിലി വീട്ടിലുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾ ആണ്. അത് കഴിഞ്ഞിട്ട് ഇതാ ശർക്കര നന്നായിട്ട് പാനിയാക്കുക, നല്ലോണം അലിക്കുക കേട്ടോ. ഞാനൊരു 500 ശർക്കര എടുത്തിക്കുന്നത്, മധുരം വേണം. അപ്പോൾ 500 ശർക്കര എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ നല്ലോണം ശർക്കര നന്നായിട്ട് തിളച്ച്, പിന്നെ കുറച്ച് ഏലക്കായ. ഓരോരുത്തരുടെ ടേസ്റ്റിന്, ചിലർക്ക് ഏലക്കായൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടം ഉണ്ടാവില്ല, ആ ഒരു മണം പിടിക്കാത്തൊരു ഇതുണ്ടാവും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക, അത് വേണ്ടത് ഓരോരുത്തർക്ക്. ഞാൻ കുറച്ച് 5-6 എടുത്തിരുന്നു കേട്ടോ. 6 അല്ല, അതിൽ കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അരീൻ്റെ കൂടെ പൊളിച്ചിട്ടതാണ്. പൊടിക്കുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് പൊടിഞ്ഞ് പോരുമല്ലോ. അപ്പോൾ അങ്ങനെ ചാരുട്ടി ഇതാ ശർക്കര അലിക്കുമ്പോൾ വലിയ ശർക്കര വാങ്ങി കൈ പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് തിന്നാണ്. പിന്നെ ഇതാ ശർക്കര നന്നായിട്ട് അലിഞ്ഞുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കുകയാണ്. പിന്നെ കുറച്ച് കടലയും അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്, ഇതിൽ പൊടിച്ച് ചേർക്കാം, അപ്പോൾ ടേസ്റ്റ് കൂടും. അപ്പോൾ കടല ആണ് തോനുള്ളത്, അണ്ടിപ്പരിപ്പ് കുറവാട്ടോ. ഇവിടെ കുറച്ചില്ലായിരുന്നു, അപ്പോൾ അത് എടുത്തതാണ്. അപ്പോൾ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയാണ്. അത് ചൂടാക്കിയാൽ അതിൻ്റെ കൂടെ അരീൻ്റെ കൂടെ പൊടിക്കേണ്ട, അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പോകും. ഒന്ന് ഒരു ചെറിയൊരു കടി ഒക്കെ ഉണ്ടാവും, തിന്നുമ്പോൾ ഒരു കടി കിട്ടുന്ന രീതിയിൽ പൊടിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് വേറെ തന്നെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ, പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് ചൂടാക്കി കഴിഞ്ഞിട്ട് കടല കുറച്ച് ചെറിയൊരു പാത്രത്തിലായതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊന്ന് ചൂടായി വരാനൊരു ഇത്. അപ്പോൾ അത് ചൂടാക്കി എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ അതാ കുറച്ച് ഇത്തിരിയേ ഉള്ളൂ കേട്ടോ അണ്ടിപ്പരിപ്പ്. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് പൊടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ ഇനി അരി ചൂട് തണഞ്ഞിട്ടുണ്ട്, വറുത്ത് വെച്ച അരി. അത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. നല്ലോണം ഇത്തിരി ചൂട് തണയണം കേട്ടോ, അല്ലെങ്കിൽ മിക്സീൻ്റെ പ്രശ്നം വരും. അപ്പോൾ അത് പൊടിക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി, നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടി പറക്കുകയാണ് കേട്ടോ. ഇത് ചൂടിൻ്റെ അതല്ല, പൊടിഞ്ഞതിൻ്റെ പൊടിയാണ് കേട്ടോ. പൊടി പെട്ടെന്ന് തുറന്നപ്പോൾ നമുക്ക് പറഞ്ഞാൽ, അപ്പോൾ പൊടിയാത്തതുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഒന്നും കൂടി പൊടിക്കുക, എന്നിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഈ കടലയ്ക്കും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി അത് പൊടിയണ്ട കേട്ടോ, നല്ല പൊടിയാവണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ അതും പൊടിക്കുകയാണ് കേട്ടോ. അതാ പൊടിച്ച് നല്ലതിനും പൊടിഞ്ഞില്ല, ഇങ്ങനെയാണ് പൊടിച്ചത്. കുറച്ച് വലിയ കഷ്ണമുള്ള ഒന്നിങ്ങനെ പൊട്ടിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ അത് അരിൻ്റെ കൂടെ തന്നെ ചേർക്കുകയാണ്. അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിന് മുന്നേ തേങ്ങ ചിരവിയതും കൂടി എടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങയ്ക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, പിന്നെ ഓരോരുത്തരുടെ വീട്ടിലുള്ളതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ തേങ്ങയൊക്കെ കുറവാണ്, എന്നാലും അപ്പോൾ തെങ്ങില്ല, അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. തേങ്ങ ഉള്ളൊരു എടുക്കുക കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക, എല്ലാം കൂടി ആ പൊടിയും തേങ്ങയും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ശർക്കര അലിയിച്ച് വെച്ച ശർക്കര ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ പൊടി ഉണ്ടാവുമല്ലോ ശർക്കരയിൽ, അതുകൊണ്ട് ഒന്ന് അലിയിച്ചെടുക്കുകയാണ്.
ചിലവർ അതിങ്ങനെ കുത്തിയിട്ട് ഇടുന്നത് കണ്ടിട്ടുണ്ട്. ശർക്കര അങ്ങനെ കുത്തിപ്പൊടിച്ച് അതും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ പൊടി പോലെ തന്നെ, പക്ഷേ അതിൽ കുറച്ചൊക്കെ മണ്ണും പൊടിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മക്കളൊക്കെ തിന്നുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അരിച്ചെടുത്ത് കേട്ടോ. എന്നിട്ട് അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ശർക്കരപ്പാനിക്ക് ഇത്തിരി ചൂടുണ്ട്. അപ്പോൾ അതിനെ കഴിച്ച് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഓരോരോ ഉണ്ടകളാക്കിയിട്ട് ഇതാക്കുക. അപ്പോൾ അരിയുണ്ട റെഡിയായി. പിന്നെ വീട്ടിൽ വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കിയതാണ്. അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.